ഈ വിശുദ്ധ റമദാനിൽ ഒട്ടനവധി കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മസ്ജിദ് നിർമ്മിക്കുന്നതിൻ്റെ പുണ്യം നമുക്കറിയാം. അതിന് ആ സമ്പത്ത് നൽകി കഴിഞ്ഞാൽ അതിന് പരലോകത്ത് അതുപോലെ ഒരു വീട് പടച്ചോൻ നമുക്ക് ഉണ്ടാക്കി തരുമെന്നാണ്. ഒരു പള്ളി ഒരു പ്രദേശത്ത് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ആ കാരണം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഒരാൾ ചിന്തിച്ചു, അത് രണ്ടാളോട് പങ്കുവച്ചു, പിന്നെ ഒരു മീറ്റിംഗായി മാറി, പിന്നെ അവരത് ഷൂറ ചെയ്ത് തീരുമാനമെടുത്തു. അങ്ങനെയാണ് സ്ഥലം വാങ്ങിയതും പള്ളി ഉണ്ടായതും. അതിന് ആ ഒരു വ്യക്തിയാണ് ആദ്യം അവിടെ ഉണ്ടായത്. ഏതോ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് ഈ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് കിട്ടുന്നത്. അതിലൂടെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അതുണ്ടായി വരുന്നത് ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ആളുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതിനുവേണ്ടി ഒരു വർഷത്തിൽ ഭീമമായ ഒരു തുകയാണ് നമുക്ക് ചിലവ് വരുന്നത്. ആ തുക നമ്മൾ കണ്ടെത്തുന്നത് ഈ വിശുദ്ധ റമദാനിലാണ്. അതുകൊണ്ട് നിങ്ങൾ പണം സംഭാവന കൊടുക്കാൻ നിശ്ചയിച്ച് വെച്ചതിൽ നിന്ന് നല്ലൊരു വിഹിതം ഇതിലേക്ക് നിങ്ങൾ നീക്കി വെക്കണം എന്നാണ്. ഒരു പ്രയോറിറ്റി വേണം, പണം കൊടുക്കുന്നതിനൊരു പ്രയോറിറ്റി വേണം. ഒരു ജാരിയായ സ്വതക്കയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്വതക്കനെ മാറ്റിയെടുക്കണം. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. നിങ്ങൾ പ്രവർത്തിച്ചത് മാത്രമല്ല അതിൻ്റെ അനന്തര ഫലങ്ങൾ കൂടി നിങ്ങളെ രേഖയിൽ വരും. അപ്പോൾ നമ്മൾ മരണപ്പെട്ടു പോയാലും ഇത് മുഖേന അവിടെ ഉണ്ടാകുന്ന എല്ലാ ഹൈറാത്തുകളും നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും. ഈ ഒരു ദഅവ ഫണ്ട്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ദഅവ ഫണ്ടിലേക്ക് നിങ്ങൾ ഇത് കേൾക്കുന്ന ഓരോരുത്തരും നല്ല ഒരു സംഖ്യ സംഭാവന ചെയ്യണം. നിങ്ങളുടെ സംഭാവനയിൽ നിന്ന് ഈ കാര്യത്തിന് നീക്കി വെക്കണം. പ്രാദേശികമായി ഇതിന് കലക്ഷൻ നടത്തുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ശാഖ പ്രവർത്തകന്മാരുണ്ട്. അവരെ കയ്യിൽ ഇതിൻ്റെ റെസിപ്റ്റുകൾ ഉണ്ടാകും. അവിടെ നിങ്ങൾക്ക് സമീപിക്കാം. വളരെ ഏറ്റവും നല്ലത് ഇതിൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അക്കൗണ്ട് നമ്പർ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും മറ്റുമൊക്കെ ആയിട്ട് ലഭിക്കും.